ഗൈസ്, ഞാൻ എങ്ങനെയാണ് അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അസൈൻമെൻറ്റിനുള്ള A4 ഷീറ്റൊക്കെ എടുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാർജിൻ വരയ്ക്കുകയാണ്. ഒരു സൈഡ് മാത്രം നമ്മളെപ്പോഴും ഒരു 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വരയ്ക്കുക. ബാക്കി മാർജിൻ നമുക്കിഷ്ടമുള്ള പോലെ വരയ്ക്കുക കേട്ടോ. ഒരു സൈഡ് മാത്രം, കാരണം അത് നമ്മൾ ഹോളടിച്ച് നമുക്കതിൽ ടൈ ചെയ്യാനുള്ളതാണ്. അത് കാരണം കൊണ്ടാണ് കേട്ടോ 3 സെൻറ്റിമീറ്റർ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ചധികം A4 ഷീറ്റുകൾ വരച്ച് വയ്ക്കുന്നുണ്ട്. കാരണം എപ്പോഴും വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എഴുത്ത് സ്ലോ ആവും. അപ്പോൾ കുറച്ചധികം ഞാൻ വരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ മുകളിലായിട്ട് പേജ് നമ്പർ കൊടുക്കാനായിട്ട് മറക്കരുത്. പേജ് നമ്പറുകൾ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ടൈറ്റിൽ കോഡ് ഉണ്ടായിരിക്കും. ആ ടൈറ്റിൽ കോഡ് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ടൈറ്റിൽ കൊടുക്കുക, സബ്ജക്റ്റിന് ടൈറ്റിൽ കൊടുക്കുക. പിന്നീട് നമ്മൾ അതിന് അടിയിലായിട്ട് അസൈൻമെൻറ്റ് തന്നെ കൊടുത്ത് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് 5 ക്വസ്റ്റ്യനാണ് നമുക്ക് ഉത്തരങ്ങൾ എഴുതാനായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ 5 ക്വസ്റ്റ്യൻസിൻ്റെയും ഉത്തരങ്ങൾ നമുക്കൊരുപാട് സെർച്ച് എൻജിൻസ് ഉണ്ട്. ആ സെർച്ച് എൻജിൻസ് വഴി നമ്മൾ കണ്ടുപിടിച്ച് ഉത്തരങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ നമ്മുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും, നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രിൻ്റ് എടുത്ത് വെക്കാറുണ്ട് ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ കൂടെ അത് വെച്ച് ടൈ ചെയ്യാനുള്ളത് തന്നെ മുൻകൂട്ടി തന്നെ നമ്മളത് പ്രിൻ്റ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ ഓരോ ഇതിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മളിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം നല്ല നീറ്റായിട്ട് എഴുതി കൊടുക്കുക, അതായത് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നീറ്റായിട്ട് എഴുതി കൊടുക്കാനായിട്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സബ്ജക്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് 7 സബ്ജക്റ്റാണ് എഴുതാനുള്ളത്. അപ്പോൾ ഒരു സബ്ജക്റ്റിന് ഏകദേശം 70 to 80 ഉള്ളിൽ നമുക്ക് പേജസ് വരുന്നുണ്ട് കേട്ടോ എഴുതിയിട്ട്. എല്ലാ സബ്ജക്റ്റും അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വേരി ചെയ്യും. എങ്കിലും 70 എബവ് എന്തായാലും നമുക്ക് പേപ്പേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഞാനിങ്ങനെ ഒറ്റയടിക്ക് ഇരുന്നിട്ട് എഴുതുന്നതല്ല കേട്ടോ. കുറച്ച് സമയമെടുത്ത് കുറച്ച് നടക്കും, പിന്നെ എഴുതും, കുറച്ച് നടക്കും, പിന്നെ എഴുതും. അങ്ങനെയായിട്ട് നമ്മളിത് ഒരു സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ മാർജിൻസ് നമ്പർ ഇടുന്നുണ്ടോ, എഴുതുന്നതിൽ നീറ്റ്നെസ് ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 7 സബ്ജക്റ്റും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഇതെല്ലാം ഫിനിഷായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടൈ ചെയ്യണം. ഇത് നമ്മൾ ഫയലൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇതിലാണ് ചെയ്യാറ് കേട്ടോ. എല്ലാവരും ഇതുപോലത്തെ അല്ല, പലരും നല്ല റെഡ് കളറിൽ നല്ല കനമുള്ളതൊക്കെയാണ് കേട്ടോ എടുത്ത് കെട്ടാറ്. ഞാനിങ്ങനെയാണ് ഈ ടൈ വെച്ചിട്ടാണ് കിട്ടാറ് കേട്ടോ. ഇതാണ് നമ്മുടെ പേപ്പർ ഹോൾ അടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും നടുക്ക് ഭാഗമായിട്ടാണ് കേട്ടോ ഹോൾ അടിക്കാറ്. കാരണം അപ്പോൾ ഒരു ബുക്ക് പോലെ തുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നല്ല ടൈറ്റായിട്ട് അത് കെട്ടാനും പൊട്ടി പോകാതിരിക്കാനും അഴിഞ്ഞു പോകാതിരിക്കാനുള്ള രീതിയിൽ ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ അസൈൻമെൻറ്റിൽ വെക്കാനുള്ളത് ഈ 3 കാര്യങ്ങളാണ്. അസൈൻമെൻറ്റിൻ്റെ തൊട്ട് മുകളിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രിൻ്റ് എടുക്കുമല്ലോ, ആ ക്വസ്റ്റ്യൻ വെക്കണം. പിന്നെ ഈ ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ഈ പേജ് വെക്കണം. അതിനുശേഷം നമ്മൾ ഇവാലുവേഷൻ പേപ്പർ, ഏറ്റവും ഫസ്റ്റ് വരേണ്ടത് ഈ ഇവാലുവേഷൻ പേപ്പറാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് ഹോൾ അടിച്ചിട്ട് ടൈ ചെയ്തത് എങ്ങനെയാണ് കേട്ടോ ഞാൻ ടൈ ചെയ്തേക്കുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെയാണ് കേട്ടോ ടൈ ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ 7 സബ്ജക്റ്റും ഞാനിങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം പുലർച്ചെ 2 മണിയായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. പിന്നെ അതിന് ശേഷം ഇത് അക്നോളജ്മെൻറ്റ് ഫോമാണ്. നമ്മൾ അസൈൻമെൻറ്റ് കൊടുത്തു എന്നുള്ളതിനൊരു തെളിവായിട്ട് നമുക്കിത് അവിടെ കേരളോർമ്മയിൽ കൊടുക്കുമ്പോൾ നമുക്ക് സീൽ ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇതിൽ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, പേര്, അഡ്രസ്സ്, അതുപോലെ അസൈൻമെൻറ്റിൻ്റെ കോഡ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ മുകളിൽ അസൈൻമെൻറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ അസൈൻമെൻറ്റ് നമ്പറായിട്ട് എഴുതേണ്ടത് കേട്ടോ. ഇതൊക്കെ മിസ്റ്റേക്കുകളൊന്നുമില്ലാതെ എഴുതുക. നമ്മുടെ സെൻറ്റർ ഏതാണോ ആ സെൻറ്റർ എഴുതുക, ഫോൺ നമ്പർ, ഇമെയിൽ ID ഒക്കെ കൊടുക്കുക, ഒപ്പിടുക, അതുപോലെ തന്നെ ഡേറ്റ് ഇടുക. ഇതൊക്കെ നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പ്രോഗ്രാം ഏതാണ്, കോഴ്സിൻ്റെ അവിടെ എപ്പോഴും കോഡ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ടൈറ്റിൽ അങ്ങനെ എഴുതി വെക്കരുത്, കോഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ.
അതുപോലെ തന്നെ നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുന്ന ഓർഡറിൽ തന്നെ ഈ അസൈൻമെൻറ്റ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഓർഡറിൽ തന്നെ കൊടുക്കുക. അപ്പോൾ അത് അവർക്കും വാങ്ങാനായാലും നോക്കാനായാലും എളുപ്പമായിരിക്കും. അവർക്ക് അത് അറേഞ്ച് ചെയ്യേണ്ടിയൊന്നും വരില്ല. എല്ലാം ഓക്കെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ വലിയൊരു ദൗത്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇത് 4th സെമ്മിൻ്റെ അസൈൻമെൻറ്റാണ്. അപ്പോൾ നാളെ രാവിലെ പോയിട്ട് നമുക്ക് കേരളോർമ്മയിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ സുരക്ഷിതമായിട്ട് ഞാൻ അവിടെ വെച്ച് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മുടെ കോളേജിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ എത്തുന്ന സമയത്ത് തിരക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഭാഗ്യത്തിന് രാവിലെ തന്നെ ഞാൻ പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് എൻ്റെ പിന്നിൽ ഇങ്ങനെ ലൈനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേരളോർമ്മ കോളേജിൻ്റെ മെയിൻ ഓഫീസിൻ്റെ പിന്നിലായിട്ടാണ് കേട്ടോ ഇഗ്നൂൻ്റെ ഓഫീസ് വരുന്നത്. ഇതിനെയാണ് നമ്മുടെ അസൈൻമെൻറ്റൊക്കെ വാങ്ങുക. അപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റൊക്കെ മേടിച്ച് നമുക്ക് സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി റിസൾട്ടൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.